ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മോട്ടിവേഷൻ പ്രകാരം ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മളൊരു ആഹ്, മറ്റേ സ്വർണ്ണ കോയിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ദ മദീന സായദ് ഷോപ്പിംഗ് സെൻറ്റർ അബുദാബിയിലാണ്. ഇവിടെ ഒരു ഷോപ്പിംഗ് ഗോൾഡ് സൂക്ക് ഉണ്ടെന്നാണ് കേട്ടത്. എന്തായാലും പോയി നോക്കാം. കല്യാണുണ്ട്, ഭീമയുണ്ട്, മലബാർ ഗോൾഡ് ഉണ്ട്. ഷെർച്ചേട്ടൻ പറഞ്ഞത് ബെസ്റ്റ് ബുള്ളിയിൽ നല്ല ഓഫർ ഉണ്ടെന്നാണ്. അപ്പം എന്തായാലും നമുക്ക് ബെസ്റ്റ് ബുള്ളിയിൽ ഒന്ന് പോയി നോക്കാം. നമ്മളങ്ങനെ ബെസ്റ്റ് ബുള്ളിയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും നോക്കാം എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കോയിനൊക്കെയാണുള്ളത്. കോയിൻ 3.6 ഗ്രാംസ്, 3.6 ഗ്രാംസ്, 1 ഗ്രാമിൻ്റെ ഉണ്ട്, 4 ഗ്രാംസ്. അപ്പോൾ അവിടെ കാർഡ് എടുക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ATM വരെ വന്നാണ്. നമുക്കതുകൊണ്ട് ക്യാഷ് എടുക്കാം. ATM നമ്മൾ ക്യാഷ് എടുത്തിരിക്കുകയാണ്. ഇന്നത്തെ 1 kg ഗോൾഡ് ഗ്രാമൊക്കെ ഉണ്ട്. ട്വൻറ്റി 4 ക്യാരറ്റ് ഗോൾഡ് കോയിൻ മേടിച്ചിരിക്കുകയാണ്. 24 ക്യാരറ്റ്. ഇവിടെ നിന്ന് ബാർ കോഡൊക്കെ ഉണ്ട്. ഇതൊരു ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നൈസാണ്. ഒരു നൈസ് ബാഗൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് ഗോൾഡ് കോയിനും. അപ്പോൾ ഞാനിത് ചുമ്മാ ഒരു സേവിങ്സിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇതേപോലെ സേവിങ്സിന് വേണ്ടി ആൾക്കാർക്ക് മേടിക്കാം. ഇനി അഥവാ നിങ്ങൾ നാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു കോയിൻ മേടിച്ച് വെച്ചിട്ട് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ട് കൊടുത്താൽ പോലും മിനിമം ഒരു ഗ്രാംസിന് 3,000 റുപ്പീസ് എന്തായാലും നമുക്ക് ലാഭമായിരിക്കും. ഈ 5 ഗ്രാം ഗോൾഡ് കോയിൻ്റെ വില ഞാൻ ചുമ്മാ നാട്ടിലൊന്ന് നോക്കി. അപ്പോൾ അവിടെ പറയുന്ന 75 to 79,000. നമ്മൾ കൺവേർഷൻ റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോലും മിനിമം ഒരു 10 to 15,000 നമുക്ക് ലാഭമായിരിക്കും. ഇവർ ഈ ബെസ്റ്റ് ബുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്നാണ് ഞാൻ മദീന സായദ് അവിടെ നിന്ന് മേടിച്ചത്, അബുദാബിയിൽ. അവർ നല്ല ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഗോൾഡ് കിട്ടുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, അവർ പിന്നെ ഒരു കോയിൻസിന് വേണ്ടി എന്തായാലും ഒരു 25 ദിറംസ് ആണ് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്. പിന്നെ ബാറാണെങ്കിൽ 75 ദിറംസ്. പിന്നെ നമ്മുടെ മറ്റേ ഈ പാമ്പ പറഞ്ഞ് ഇൻ്റർനാഷണൽ വേറെ ഇവിടുന്ന് UK എന്നൊക്കെ വരുന്ന ഒരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡാണെങ്കിൽ എക്സ്ട്രാ 100 ദിറംസ് ചാർജ് ആകും. കോയിൻസിന് മേക്കിംഗ് ചാർജാണ് 25 ദിറംസ് എന്ന് അവർ പറയുന്നത്. എന്തായാലും അതാണ് എക്സ്ട്രാ ചാർജ് നമുക്ക് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇവിടുന്ന് മേടിച്ചിപ്പോൾ നാട്ടിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ഇവിടുന്ന് മേടിച്ച് നാട്ടിൽ ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്തായാലും മിനിമം ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒരു പകുതി പൈസയെങ്കിലും ലാഭിക്കാം. നല്ല വെയിലുണ്ട്. ഞാനിപ്പം ഗോൾഡ് കോയിനൊക്കെ മേടിച്ച് നേരെ ദുബായ്ക്ക് പോകുന്നു. ഫ്രണ്ട്സിനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കുമാണ് അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ എന്തായാലും എടുത്ത് വെച്ചേക്കാന്ന് ഓർത്തു. ഇനി ദുബായ് ഫ്രെയിം കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്കൊന്ന് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിം. വിശാലമായ ഓടാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്, വളരെ വലുതാണ്. ദുബായ് ഫ്രെയിമിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ദുബായിയുടെ പഴയ ദുബായിയും പുതിയ ദുബായിയും വേർതിരിക്കുന്ന ഒരു പോയിന്റാണ് ഇവിടെ. ഇതിൽ കയറി മേളിൽ നിന്ന് ആ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബുർജ് ഖലീഫ അടക്കമുള്ള എല്ലാ പുതിയ ദുബായിയെ കാണാം. ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും വളരെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ചെറിയ ദുബായ് കാണാം. അപ്പോൾ ഇത് ഞാൻ ഈ ഫോക്കസ് ഓൺ ആക്കിയിട്ടാക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ഫോക്കസ് ആകുന്നില്ല. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഗോൾഡ് കോയിൻ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്.